പ്രണയത്തിൽ നിന്നും പരാശക്തിയിലേക്ക് എന്ന എൻ്റെ രണ്ടാമത്തെ പുസ്തകം ഞാൻ ഓഡിയോ ആൻഡ് വീഡിയോ രൂപത്തിൽ ഇറക്കാൻ തീരുമാനിച്ചതിൻ്റെ വീഡിയോ ആണ് ഇത്. ഇത് ബുക്കിൻ്റെ മുഖച്ചട്ട, ബുക്കിൻ്റെ ഉള്ളിൽ ഉള്ളടക്കം: പരബ്രഹ്മം, ഈശ്വരൻ, മനുഷ്യനായി വളരുക, ഗുരു, ദൈവം, തീയിൽ അലക്കിയ വസ്ത്രങ്ങൾ, ഭദ്രാവതി, ഭാരതീയൻ, പ്രണയം, ദിവ്യപ്രകാശം, ഈശ്വര നിശ്ചയം. അപ്പോൾ ഇത് പരബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് പരബ്രഹ്മത്തെക്കുറിച്ച് എഴുതുള്ളത്. എനിക്കുണ്ടായ എൻ്റെ ഈശ്വരാനുഭവങ്ങൾ ഞാൻ ഒരു 10 ഭാഗമായിട്ട് FBയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പുസ്തകമാക്കാനുള്ള ആശയത്തിലേക്ക് വന്നു. അങ്ങനെ പുസ്തകമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ഭാഗത്തിന് ചേരുന്ന നല്ല ഹെഡിങ് ആയിട്ടാണ് ഈ പേരുകൾ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ചേരുന്ന ഏറ്റവും നല്ല പേര് ഇതായിരുന്നു. അപ്പോൾ എൻ്റെ ബുക്കിലെ ആദ്യത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം. അപ്പോൾ ഇത് ഞാൻ മറ്റേ DTP വർക്ക് ചെയ്തിട്ട് ബുക്ക് പ്രിൻ്റ് ചെയ്യണേക്കാളും ഉള്ളതാണ്. അപ്പോൾ കുറച്ച് അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ബുക്ക് എൻ്റെ റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ബുക്ക് ഇങ്ങനെ ബുക്കിലത്തെ വരികൾ വായിച്ചു പോകണം. പിന്നെ ഓരോ വരികൾ എഴുതാനുള്ള കാരണം അത് പിന്നീട് വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരബ്രഹ്മം: ഭാരതത്തിലെ ഋഷിമാർ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്ന് കണ്ടെത്തി. അവർ ഈശ്വരനെ ബ്രഹ്മം എന്ന് വിളിച്ചു. ബ്രഹ്മത്തെക്കുറിച്ചുള്ള പിന്നീടുള്ള ദർശനങ്ങളിൽ കാണപ്പെടുകയും കാണപ്പെടാതെയും ഇരിക്കുന്ന സർവ്വതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. ആ ശക്തിയെ അവർ പരബ്രഹ്മം എന്ന് വിളിച്ചു. ബ്രഹ്മജ്ഞാനം: പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് ബ്രഹ്മം. ബ്രഹ്മത്തെ ചലിപ്പിക്കുന്നത് പരബ്രഹ്മമാണ്. ബ്രഹ്മം, പരബ്രഹ്മം, ഈശ്വരൻ, ദൈവം എന്നീ വാക്കുകളുടെ വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രമേ ഭാരതീയ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയൂ. എല്ലാം സൃഷ്ടിച്ചതും എല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം പരിപാലിക്കുന്നതും പരബ്രഹ്മമാണ്. പരബ്രഹ്മം ജീവാത്മാവാകുന്ന ബ്രഹ്മത്തിലൂടെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ബ്രഹ്മം എന്തെന്ന് അറിയാത്തവർക്ക് പരബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആത്മാവ്, പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. ബ്രഹ്മത്തെ അനുഭവപ്പെടുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. സത്യാന്വേഷകർക്ക് മാത്രമാണ് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നത്. ആത്മാർത്ഥമായ സാധനയുള്ളവർക്ക് പരബ്രഹ്മത്തെ അനുഭവിക്കാൻ കഴിയും. പരബ്രഹ്മത്തെ പല മതസ്ഥർ പല പേരിലും വിളിക്കുന്നു. അള്ളാ, യഹോവ, പരാശക്തി എന്നീ പേരുകളിൽ പ്രധാന മതങ്ങളിൽ പറയുന്നു. എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമാണ് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നത്. എല്ലാ സൃഷ്ടികളും ഉൾക്കൊള്ളുക പറഞ്ഞാൽ എല്ലാം ഒരേ ഈശ്വരൻ്റെ സൃഷ്ടിയാണെന്നുള്ള ചിന്ത. ജാതി മതവർഗ ചിന്തകളില്ലാതെ എല്ലാം ഒരേ ഈശ്വരൻ്റെ സൃഷ്ടിയാണെന്ന് തിരിച്ചറിവുള്ളവരെ ബ്രഹ്മജ്ഞാനി എന്ന് വിളിക്കുക. മതങ്ങളിലൂടെ ബ്രഹ്മത്തെ തേടുന്നവർക്ക് ഭക്തിയാണ് ലഭിക്കുന്നത്. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഹഠയോഗം, കുണ്ടലിനി യോഗം എന്നീ മാർഗങ്ങളിലൂടെ ബ്രഹ്മത്തിലേക്കും പരബ്രഹ്മത്തിലേക്കും എത്താമെന്ന് ഭാരതത്തിലെ ഋഷിമാർ വർഷങ്ങൾക്ക് മുന്നേ എഴുതി വച്ചിരിക്കുന്നു. ഭക്തിയോഗം: ഭക്തിയിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കുക. നന്മയും തിന്മയും എല്ലാം ഈശ്വരൻ്റെ ലീലകൾ മാത്രമാണെന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസമാണ് ഭക്തി. മനസ്സിലെപ്പോഴും ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തകൾ ഭക്തിയോഗമുള്ളവരിൽ ഉണ്ടായിരിക്കുന്നതാണ്. ജ്ഞാനയോഗം: ആത്മാവാകുന്ന ഈശ്വരനെ മനസ്സിലാക്കുന്നതാണ് ജ്ഞാനയോഗം. ഈശ്വരൻ ആരാണെന്ന് അന്വേഷിക്കുകയും മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കാതെ സ്വന്തം യുക്തിചിന്തയിലും വിവേകത്തിലും ശരിതെറ്റുകളെ കണ്ടെത്തുകയും ശരിതെറ്റുകളിൽ നിന്നും കണ്ടെത്തുന്ന സത്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരാണ് ജ്ഞാനയോഗികൾ. ഈശ്വരനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ ഇവർക്കുണ്ടായിരിക്കും. കർമ്മയോഗം: ചെയ്യുന്ന പ്രവൃത്തികൾ ഈശ്വര സമർപ്പണമായി ചെയ്യുന്നവരെയാണ് കർമ്മയോഗികൾ എന്ന് വിളിക്കുന്നത്. കർമ്മയോഗികളിൽ 90% പേർക്കും അവർ കർമ്മയോഗികളാണെന്ന സത്യം തിരിച്ചറിയുകയില്ല. ഇന്ന് കർമ്മയോഗത്തിലൂടെ ഈശ്വരനെ പ്രാപിക്കുന്നവർ വളരെ കുറവാണ്. മനുഷ്യർ മടിയന്മാരും അലസന്മാരുമായി തീർന്നു. ചെയ്യുന്ന പ്രവൃത്തിയോട് ആത്മാർത്ഥതയുള്ളവരാണ് കർമ്മയോഗികൾ. ഭാരതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കർമ്മയോഗം ഓരോ വ്യക്തിയെയും എത്രയേറെ സ്വാധീനിച്ചിരുന്നുവെന്ന്. ഇപ്പോൾ നിഷേധാത്മകമായി ചിന്തിക്കുന്നവരുടെ മനസ്സിലൊരു ചോദ്യം വരും: എല്ലാം സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഈശ്വരൻ എന്താ മനുഷ്യരെ അലസന്മാരും മടിയന്മാരും ആത്മാർത്ഥതയില്ലാത്തവരുമാക്കിയതെന്ന്.
അതിലെ രസകരമായ വസ്തുത മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈശ്വരൻ വളരെയധികം സന്തോഷിക്കുന്നത്. പ്രകൃതിയുടെ വികൃതികൾ അനന്തമാണ്, വർണ്ണിക്കാൻ വാക്കുകളില്ല. പ്രകൃതിയെ നിങ്ങൾ സ്വയം അനുഭവിക്കുക. ഈ വരികളൊക്കെ എഴുതാനുള്ള കാരണം പറയുന്ന വെച്ചാൽ ഒരുപാടുണ്ട്. അപ്പോൾ അത് റിവ്യൂ ചെയ്യുന്നത് വേറെ രീതിയിൽ റിവ്യൂ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഓഡിയോ ബുക്ക് പോലെ ഇറക്കണം. അടുത്ത ഹഠയോഗം. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെയും ശരീരത്തെയും വിവിധ യോഗമുറകളിലൂടെ മനസ്സിലാക്കി കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും നിയന്ത്രിച്ചു ഭൂതങ്ങളെയും കടന്ന് ചിന്തകളെയും മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും നിയന്ത്രിച്ച് സ്വയം ആത്മബോധം നേടുന്നതാണ് ഹഠയോഗം. ഓരോ യോഗങ്ങളെയും കുറിച്ച് പല മഹത് ഗ്രന്ഥങ്ങളും ഭാരതത്തിലുണ്ട്. ആ അറിവുകളുടെ ഒരംശം മാത്രമാണ് എനിക്കറിയുന്നത്. ബ്രഹ്മജ്ഞാനത്തിൻ്റെ പരമമായ രഹസ്യം ഈശ്വരൻ തന്നെയാണ് ഒരാളെ ജ്ഞാനിയാക്കുന്നതും അജ്ഞാനിയാക്കുന്നതും. അതേ ഈശ്വരൻ തന്നെയാണ് ജ്ഞാനിയായും അജ്ഞാനിയായും പാരിൽ ഒന്നും അറിയാത്തവളെ പോലെ മായകൾ സൃഷ്ടിക്കുന്നതും. സത്യം പറഞ്ഞാൽ ഈ വരികൾ വായിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഈശ്വരൻ. സ്വയം ഒരാൾക്ക് താനും ഈശ്വരൻ തന്നെയാണെന്ന് അനുഭവപ്പെടുന്നവരെ പരബ്രഹ്മം ഒരു രഹസ്യമായിരിക്കും. അടുത്ത കുണ്ടലിനി യോഗം. താൻ പരബ്രഹ്മത്തിൻ്റെ ചൈതന്യാംശമായ ബ്രഹ്മമാണെന്ന് തിരിച്ചറിയുന്നത് കുണ്ടലിനി യോഗത്തിലൂടെയാണ്. അപ്പോൾ ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞു. ഇത്രയുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും ചേരുന്ന നല്ല പേരാണ് പരബ്രഹ്മം എന്ന് തോന്നി ഞാൻ ഈ അധ്യായത്തിന് പരബ്രഹ്മം എന്ന് പേര് കൊടുത്തിട്ടുള്ളത്.